നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തെന്നിന്ത്യയിൽ ഏറെ ആരാധകരുള്ള താരങ്ങളിൽ ഒരാളാണ് ധനുഷ്. തമിഴിൽ മാത്രമല്ല ബോളിവുഡിലും ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ധനുഷിന്. മാത്രമല്ല ഹോളിവുഡിലും താരം തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു. റൂസോ സഹോദരന്മാരുടെ ദ ഗ്രേൻ മാൻ എന്ന ചിത്രത്തിലൂടെയാണ് ധനുഷ് ഹോളിവുഡിലെത്തുന്നത്. നടൻ എന്ന നിലയിൽ മാത്രമല്ല ഗായകനായും ഗാനരചയിതാവായും സിനിമയുടെ പിന്നണിയിലെ പ്രവർത്തനത്തിലുമെല്ലാം ഒരുപോലെ മികവ് തെളിയിച്ച താരമാണ് ധനുഷ്. ഇടയ്ക്ക് വെച്ച് ധനുഷിന്റെ വ്യക്തിജീവിതവും വാർത്തകളിൽ പെട്ടിരുന്നു. ഐശ്വര്യയുമായുള്ള വിവാഹമോചന വാർത്തകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. 17 വർഷം നീണ്ട വിവാഹ ബന്ധമാണ് ഇരുവരും വേണ്ടെന്ന് വെച്ചത്. 2004 വിവാഹിതരായ ഇരുവർക്കും 2 കുട്ടികളും ഉണ്ട്. യാത്രാരാജ്, ലിംഗാരാജ് എന്നീ ആൺമക്കളാണ് ഇവർക്കുള്ളത്. മക്കളുടെ കാര്യങ്ങളിൽ രണ്ടുപേരും ഇപ്പോഴും ശ്രദ്ധ കൊടുക്കാറുണ്ട്. 2 വർഷമായി വേർപിരിഞ്ഞ് താമസിക്കുന്ന ഇവർ കഴിഞ്ഞ ദിവസമാണ് വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തത്. ധനുഷുമായി ഐശ്വര്യ വീണ്ടും ഒരുമിക്കുമെന്നായിരുന്നു മിക്കവരും പ്രതീക്ഷിച്ചത്. വേർപിരിഞ്ഞ ശേഷം ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് രണ്ടുപേരും തയ്യാറായിട്ടില്ല. അടുത്തിടെ നൽകിയ അഭിമുഖങ്ങളിൽ ധനുഷിനെ കുറിച്ച് നല്ല വാക്കുകൾ ഐശ്വര്യ പറയുകയും ഉണ്ടായി. എന്നാൽ വീണ്ടും ഒരുമിക്കുമെന്ന പ്രതീക്ഷ ഇവരുടെ കുടുംബത്തിന് ഇനിയില്ല. ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് മനസ്സിലായതോടെയാണ് രണ്ടുപേരും 2 വഴിക്ക് പിരിയുന്നത്. ഗോസിപ്പ് കോളങ്ങളിൽ സ്ഥിരം ഇടം പിടിച്ചിരുന്ന നടനാണ് ധനുഷ്. ഒന്നിലേറെ നടിമാരുമായി ചേർത്ത് ധനുഷിനെ കുറിച്ച് ഗോസിപ്പുകൾ വന്നിട്ടുണ്ട്. ധനുഷും ഐശ്വര്യ രജനികാന്തും വേർപിരിഞ്ഞതിന്റെ കാരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് തമിഴകത്തെ സീനിയർ ഫിലിം ജേർണലിസ്റ്റ് സബിത ജോസഫ്. ധനുഷിന്റെ വിവാഹേതര ബന്ധം വിവാഹ ജീവിതത്തെ ബാധിച്ചെന്ന് ഇദ്ദേഹം പറയുന്നു. ഒരു വലിയ നടന്റെ മകൾ ഐശ്വര്യ സംവിധാനം ചെയ്ത സിനിമയിൽ ധനുഷിനൊപ്പം അഭിനയിച്ചു. ആ നടിയും ധനുഷും അടുത്തു. അതോടെയാണ് ഐശ്വര്യയുമായി പ്രശ്നങ്ങൾ ഉണ്ടായത്. വിവാഹമോചനത്തിന് ഇതും കാരണമാണ്. ഇപ്പോൾ വേർപിരിയലിന്റെ കാരണമായി ധനുഷിന്റെ സൈഡ് പറയുന്നത് ഐശ്വര്യ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറോടൊപ്പം കറങ്ങുന്നു എന്നാണ്. രാത്രിയും പകലും അയാൾക്കൊപ്പമാണ് കറക്കം. ഇതേക്കുറിച്ച് ഐശ്വര്യയുടെ സൈഡിൽ അന്വേഷണം വന്നപ്പോൾ ധനുഷ് വലിയ മാന്യനാണോ, ഒരു താരപുത്രിക്കൊപ്പം കറക്കമല്ലേ എന്ന് ചോദിച്ചു. ഇതെല്ലാം ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പോകെ പോകെ പ്രശ്നം മോശമാവുകയും പിരിയാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഐശ്വര്യ ഈ അസിസ്റ്റന്റ് ഡയറക്ടറെ വിവാഹം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു. മകളെ ധനുഷുമായി വീണ്ടും ഒരുമിപ്പിക്കാൻ രജനീകാന്ത് ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഐശ്വര്യയാണ് പിടിവാശി കാണിക്കുന്നത്. ധനുഷും വിട്ടില്ല. ധനുഷ് ഇന്ന് വലിയ താരമാണ്. വിവാഹം കഴിഞ്ഞ 2004 കണ്ട നടനല്ല. കോടികൾ വാങ്ങുന്ന താരമാണ് ധനുഷെന്നും സബിത ജോസഫ് പറഞ്ഞു. വളരെ സന്തോഷത്തിൽ കഴിഞ്ഞ ധനുഷിനും ഐശ്വര്യയ്ക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നടൻ ആ താരപുത്രിക്കൊപ്പം അഭിനയിച്ച ശേഷമാണ്. ഇരുവർക്കുമിടയിലെ പ്രശ്നങ്ങൾ അന്ന് പുറത്തറിയാതെ ശ്രദ്ധിച്ചു. ധനുഷിനെ ഐശ്വര്യയ്ക്ക് സംശയമായി. ഞാൻ സംവിധാനം ചെയ്ത സിനിമയിൽ ഇങ്ങനെ നടന്നെങ്കിൽ മറ്റ് സിനിമകളിൽ എന്തായിരിക്കുമെന്ന് ഐശ്വര്യ ചിന്തിച്ചെന്നും സബിത ജോസഫ് വാദിച്ചു. വിവാഹമോചനത്തിന് കാരണം എന്തെന്ന് ധനുഷോ ഐശ്വര്യയോ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. 2004 ഇവർ വിവാഹിതരായത്. ധനുഷ് അന്ന് സിനിമാ രംഗത്ത് തുടക്കക്കാരനാണ്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ മരുമകൻ എന്ന പേര് ധനുഷിന് കരിയറിൽ ഉപകരിച്ചിട്ടുണ്ട്. ഐശ്വര്യ രജനീകാന്ത് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ധനുഷ് തന്നെയായിരുന്നു നായകനായി അഭിനയിച്ചത്. ശ്രുതി ഹാസൻ നായികയായ 3 എന്ന ചിത്രം തെന്നിന്ത്യയിൽ തരംഗമായിരുന്നു. സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദ്രന്റെയും തുടക്കം അവിടെ നിന്നായിരുന്നു. ധനുഷ് നിലവിൽ തന്റെ പുതിയ സംവിധാന സംരംഭത്തിന്റെ പിന്നാലെയാണ്. രായൻ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത്. ധനുഷ് സംവിധാനം ചെയ്യുന്ന 2ാമത്തെ ചിത്രമാണിത്. നേരത്തെ രാജകിരണിനെ മുഖ്യവേഷത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് പാപ്പാണ്ടി എന്ന സിനിമ ധനുഷ് സംവിധാനം ചെയ്തിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.